കഴിഞ്ഞ ഡിസംബർ 25-ന് തെക്കുപടിഞ്ഞാറൻ കസാഖ്സ്ഥാനിൽ ഉള്ള അക്ടോ നഗരത്തിന് സമീപത്തേക്ക് ഒരു യാത്രാ വിമാനം പറന്നുവന്നു. പടിഞ്ഞാറുള്ള കാസ്പിയൻ കടലിന് മുകളിലൂടെ വന്ന ആ വിമാനത്തിന്റെ വേഗത കൂടുന്നതിനനുസരിച്ച് അത് മുകളിലേക്ക് കുതിക്കുകയും തുടർന്ന് വേഗത കുറഞ്ഞ് താഴേക്ക് വരികയും ചെയ്തുകൊണ്ടിരുന്നു. പറക്കൽ നിയന്ത്രണ സംവിധാനങ്ങളിൽ കാര്യമായ തകരാറുള്ള രീതിയിൽ ആയിരുന്നു ആ വിമാനത്തിന്റെ ചലനം എന്ന് പ്രദേശവാസികൾ റെക്കോർഡ് ചെയ്ത വീഡിയോകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയും. കരയുടെ മുകളിലൂടെ 8-ന്റെ ആകൃതിയിൽ പറന്ന വിമാനം തുടർന്ന് നിയന്ത്രണം പൂർണ്ണമായും നഷ്ടമായി നിലത്തേക്ക് ഇടിച്ചിറങ്ങുകയായിരുന്നു ഉണ്ടായത്. നിരവധി പേർക്ക് ജീവൻ നഷ്ടമായ ഈ ദുരന്തത്തിൽ അകപ്പെട്ടത് അസർബൈജാനിൽ നിന്നും റഷ്യയിലെ ഗ്രോസ്നിയിലേക്ക് പോയ അസർബൈജാൻ എയർലൈൻസിന്റെ ഫ്ലൈറ്റ് 8243 ആയിരുന്നു. ബ്രസീലിയൻ വിമാന നിർമ്മാതാക്കൾ ആയ എംബ്രയറിന്റെ ഈ ജെറ്റ് കുടുംബത്തിൽപ്പെട്ട ഈ 190 മോഡൽ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. രണ്ടായി പിളർന്ന വിമാനത്തിന്റെ പുറകുഭാഗത്തുണ്ടായിരുന്ന 29 പേർ ജീവനോടെ രക്ഷപ്പെടുകയും ചെയ്തു. അപകടം നടന്ന് അധികം വൈകാതെ തന്നെ ഇതൊരു അസാധാരണ വിമാനാപകടം ആണെന്നുള്ള സംശയം ഉദിച്ചിരുന്നു. തകർന്ന വിമാനത്തിന്റെ വെർട്ടിക്കൽ സ്റ്റെബിലൈസറിലും ടെയിൽ പ്ലെയിനിലും കാണപ്പെട്ട അനേകം ദ്വാരങ്ങൾ ആണ് ഈ വിമാനാപകടത്തിന് കാരണമായവ എന്ന് സൈനിക വ്യോമയാന മേഖലയിലെ അനലിസ്റ്റുകൾ സംശയം പ്രകടിപ്പിച്ചു. അപകടത്തിൽ നിന്നും ജീവനോടെ രക്ഷപ്പെട്ട ആളുകളുടെ സ്റ്റേറ്റ്മെന്റുകളും അവർ വിമാനത്തിന്റെ ഉള്ളിൽ നിന്നും പകർത്തിയ വീഡിയോകളും ആ സംശയം ഊട്ടിയുറപ്പിച്ചു. യാത്രക്കാരിൽ പലരും വിമാനത്തിന്റെ പുറകിൽ നിന്നും സ്ഫോടന ശബ്ദം കേട്ടിരുന്നു എന്ന് പറയുക ഉണ്ടായി. കൂടാതെ വീഡിയോ ദൃശ്യങ്ങളിൽ ഇടത് ചിറകിൽ കേടുപാടുകൾ കാണാൻ കഴിയും. മറ്റൊരു വീഡിയോയിൽ യാത്രക്കാരിയായ സ്ത്രീയുടെ കാലിൽ മുറിവുണ്ടായി രക്തം ഒലിക്കുന്നതും കാണാം. അതായത് പുറത്തുണ്ടായ എന്തോ പൊട്ടിത്തെറിയുടെ ഫലമായി ചീളുകൾ വിമാനത്തിന്റെ ഉള്ളിലേക്ക് കടന്നു കയറിയെന്നതിലേക്ക് വിരൽ ചൂണ്ടുന്ന മൊഴികളും ദൃശ്യങ്ങളും ആണ് പുറത്തുവന്നത്. ഗ്രോസ്നിയിലേക്ക് ഈ വിമാനം അടുത്തപ്പോൾ മുതൽ GPS നാവിഗേഷണൽ സംവിധാനങ്ങൾക്ക് തകരാർ കാണുന്നുണ്ട് എന്ന് ഫ്ലൈറ്റ് ക്രൂ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഫ്ലൈറ്റ് റഡാർ 24 പോലെയുള്ള ട്രാക്കിംഗ് സൈറ്റുകളിൽ നിന്നും വിമാനത്തിന്റെ ഓട്ടോമാറ്റിക് ഡിപെൻഡന്റ് സർവെയിലൻസ് ബ്രോഡ്കാസ്റ്റ് ട്രാക്കിംഗ് ഡേറ്റയും അപ്രത്യക്ഷമായി. യാത്രക്കാരുടെ അടക്കം മൊഴികൾ പ്രകാരം വിമാനം ഗ്രോസ്നിയിൽ ലാൻഡ് ചെയ്യാൻ 2 തവണ ശ്രമിച്ചുവെങ്കിലും വിസിബിലിറ്റി മോശമായത് കാരണം ലാൻഡിംഗ് പരാജയപ്പെടുകയാണുണ്ടായത്. തുടർന്നാണ് വിമാനത്തിന്റെ പുറകിൽ സ്ഫോടനം കേട്ടത്. ഞെട്ടിക്കുന്ന മറ്റൊരു റിപ്പോർട്ട് അധികം വൈകാതെ പുറത്തുവന്നു. അസർബൈജാനി വിമാനം എത്തുന്ന ഏതാണ്ട് അതേ സമയം തന്നെ റഷ്യയിലെ ചെച്ചൻ റിപ്പബ്ലിക്കിനെ ആക്രമിക്കാൻ ഉക്രൈൻ സൈന്യം അറ്റാക്ക് ഡ്രോണുകൾ അയച്ചിരുന്നു. റഷ്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അവയെ നേരിട്ടു എന്നും റിപ്പോർട്ടുകൾ വന്നു. അങ്ങനെ ചിത്രം കൂടുതൽ വ്യക്തമായി. ആക്രമിക്കാൻ വന്ന ഡ്രോണുകളെ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി റഷ്യൻ സൈന്യം നടത്തിയ GPS ജാമിങ്ങിന്റെ ഫലമായാണ് നേരത്തെ വിമാനത്തിന്റെ ഗതിനിർണയ സംവിധാനങ്ങളിൽ തകരാറുകൾ കാണപ്പെട്ടത്. തുടർന്ന് ഡ്രോണുകളെ തകർക്കാൻ അയച്ച മിസൈലിന്റെ വാർഹെഡ് വിമാനത്തിന്റെ പിൻഭാഗത്ത് ഉണ്ടാക്കിയ കേടുപാടുകൾ മൂലം ഹൈഡ്രോളിക് സംവിധാനങ്ങളിൽ കാര്യമായ തകരാർ ഉണ്ടായി എന്ന് അനുമാനിക്കാം. വലിയ വിമാനങ്ങളിൽ ഫ്ലൈറ്റ് കൺട്രോൾ പ്രതലങ്ങളെ ചലിപ്പിച്ചു വിമാനത്തെ നിയന്ത്രിക്കുന്നത് ഹൈഡ്രോളിക് സംവിധാനങ്ങളാണ്. ഇവയിൽ ഉണ്ടാകുന്ന തകരാറുകൾ വിമാനത്തിന്റെ നിയന്ത്രണം തന്നെ നഷ്ടമാകുന്നതിനിടയാക്കും. അതിനാൽ ഈ സംവിധാനങ്ങളിൽ ധാരാളം റിഡൻഡൻസി നൽകിയാണ് ഓരോ വിമാനവും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സ്ഫോടനശേഷം നിയന്ത്രണം നഷ്ടമായ വിമാനത്തിന് റഷ്യയിൽ ഇറങ്ങാൻ കഴിയാതെ വരികയും അത് തുടർന്ന് കാസ്പിയൻ കടൽ കടന്ന് കസാഖിസ്ഥാനിലേക്ക് പറന്ന് അക്ടോ വിമാനത്താവളത്തിൽ ഇറങ്ങാൻ ശ്രമിക്കുകയും തുടർന്ന് തകർന്നു വീഴുകയും ചെയ്യുകയായിരുന്നു. സമീപ വിമാനത്താവളങ്ങളിൽ ഇറങ്ങാതെ എന്തുകൊണ്ട് കടൽ കടക്കാൻ പൈലറ്റ് നിർബന്ധിതനായി എന്നത് തീർച്ചയായും ചോദ്യങ്ങൾ ഉയർത്തേണ്ടതാണ്. ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് റഷ്യൻ എയർഫീൽഡുകളിലേക്കുള്ള പറക്കൽ അപകടകരം ആയേക്കുമെന്നതുകൊണ്ട് ഒരുപക്ഷെ കൺട്രോളർമാർ അനുമതി നിഷേധിച്ചത് ആയിരിക്കാം. അതേപോലെ കോക്കസ് പർവ്വതശിഖരങ്ങളുടെ സാമീപ്യം തിരികെ അസർബൈജാനിലേക്ക് പറക്കുന്നതിൽ നിന്നും പൈലറ്റ്മാരെ പിന്തിരിപ്പിച്ചിട്ടുണ്ടാകും. ഇതല്ലാതെ മറ്റു ചില സിദ്ധാന്തങ്ങളും നിലവിലുണ്ട്. അത് തൽക്കാലം പ്രതിപാദിക്കുന്നില്ല. വിമാനത്തിന്റെ നിയന്ത്രണം ഏറെക്കുറെ നഷ്ടമായ അവസ്ഥയിൽ എഞ്ചിനുകളുടെ ത്രസ്റ്റ് നിയന്ത്രിച്ചുകൊണ്ട് അതിനെ പറപ്പിക്കുകയായിരുന്നു പൈലറ്റുകൾ ചെയ്തത്. പിച്ച് കൺട്രോൾ നഷ്ടമായ വിമാനത്തിന്റെ വേഗത കൂടുകയും തന്മൂലം ലിഫ്റ്റ് വർദ്ധിച്ചു മുകളിലേക്ക് കുതിക്കുകയും തുടർന്ന് ലിഫ്റ്റ് കുറഞ്ഞ് വേഗത ഇല്ലാതെ താഴേക്ക് വരികയും ചെയ്യുന്ന ഫ്യൂഗോയിഡ് ഓസിലേഷൻ ആണ് നാം വീഡിയോയിൽ കണ്ടത്. അക്ടോ വിമാനത്താവളത്തിൽ ഇറങ്ങാൻ നടത്തിയ ആദ്യ ശ്രമം വിജയിക്കാതെ വരികയും വിമാനത്തെ റൺവേയുമായി വീണ്ടും അലൈൻ ചെയ്യാൻ പൈലറ്റ്മാർ ശ്രമിക്കുകയും ചെയ്യുകയായിരുന്നു. പിഴവുണ്ടായാൽ റിക്കവർ ചെയ്യാനുള്ള മാർജിൻ കുറവായ ആൾട്ടിറ്റ്യൂഡിൽ നിയന്ത്രണം പൂർണ്ണമായി നഷ്ടമായ വിമാനം വീണ്ടെടുക്കാൻ കഴിയുക എന്നത് പൈലറ്റ്മാരെ സംബന്ധിച്ച് അസാധ്യമായിരുന്നു. ഫ്ലൈറ്റ് റഡാർ 24 സൈറ്റിൽ നിന്നും എടുത്ത വിമാനത്തിന്റെ അവസാന മിനിറ്റുകളുടെ പറക്കലിന്റെ ADS-B ട്രാക്കിംഗ് ഡേറ്റ നിങ്ങൾക്ക് കാണാം. എത്ര ഭീകരമായ അവസ്ഥയിലൂടെ ആണ് യാത്രികർ കടന്നുപോയത് എന്നതിന്റെ നേർചിത്രമാണ് ഈ പ്ലോട്ടിൽ ഉള്ളത്. പൈലറ്റ്മാർ രണ്ടുപേരും നടത്തിയ ഹീറോയിക് പരിശ്രമമാണ് വിമാനത്തെ ഏതാണ്ട് 2 മണിക്കൂറിനടുത്ത് പറത്തിയതും കാസ്പിയൻ കടൽ താണ്ടി വിമാനത്താവളം വരെ എത്തിച്ചത്.
38 പേർക്ക് ജീവൻ നഷ്ടമായ ഈ ദുരന്തത്തിലേക്ക് നയിച്ച കാര്യങ്ങൾ തീർച്ചയായും നടുക്കം ഉണ്ടാക്കുന്നവയാണ്. സൈനിക സംഘർഷം നിലനിൽക്കുന്ന എയർ സ്പേസിലൂടെ ഉള്ള കൊമേഴ്ഷ്യൽ വിമാന സർവീസുകൾ നേരിടുന്ന റിസ്ക് ഇത് ചൂണ്ടിക്കാട്ടുന്നു. വിരലിൽ എണ്ണാവുന്ന സൈനികരുടെ ജഡ്ജ്മെന്റും പ്രവൃത്തിയും നിരപരാധികളുടെ ജീവൻ എടുക്കുന്ന അവസ്ഥ വളരെ പേടിപ്പെടുത്തുന്നതാണ്. ഫ്ലൈറ്റ് 8243യുടെ ദുരന്തം ഒരു മിലിറ്ററി അബദ്ധം ആണെന്ന് ലോകം മനസ്സിലാക്കി. തുടർന്ന് പ്രസിഡന്റ് പുടിൻ ഈ സംഭവത്തിൽ നേരിട്ടുള്ള ഉത്തരവാദിത്തം ഏൽക്കാതെ അസർബൈജാൻ പ്രസിഡന്റിനോട് ക്ഷമാപണം നടത്തി. റഷ്യൻ വ്യോമമേഖലയിൽ കടന്ന ഡ്രോണുകളെ പ്രതിരോധിക്കാൻ നടത്തിയ ശ്രമത്തിനിടെ ആണ് ഇത് സംഭവിച്ചത് എന്ന് പുടിൻ കൂട്ടിച്ചേർത്തിരുന്നു. എന്തുകൊണ്ടാണ് വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ യാത്രാവിമാനങ്ങളെ അബദ്ധത്തിൽ മിസൈൽ അയച്ചു തകർക്കുന്നത്? ഐഡന്റിഫിക്കേഷൻ ഓഫ് ഫ്രണ്ട് ഓർ ഫോ സംവിധാനത്തിൽ ഉണ്ടാകുന്ന തകരാർ മൂലം ഇത് സംഭവിക്കാം. എങ്കിലും ചെയിൻ ഓഫ് കമാൻഡിൽ ഉണ്ടാകുന്ന മിസ്കമ്മ്യൂണിക്കേഷൻ ആണ് മിക്കപ്പോഴും വില്ലൻ ആകുന്നത്. ഡെവലപ്പ് ചെയ്യുന്ന മിലിറ്ററി സിറ്റുവേഷനിൽ സൈനികർക്കുണ്ടാകുന്ന ജഡ്ജ്മെന്റൽ അബദ്ധങ്ങളും പ്രോട്ടോകോളിലെ ലൂപ്ഹോളുകളും ദുരന്തത്തിലേക്ക് നയിക്കുന്നു. ശത്രു വിമാനമല്ല ഡിറ്റക്ട് ചെയ്യപ്പെട്ടത് എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയാത്തപ്പോൾ പോലും സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തിൽ സൈനികർ ചാൻസ് എടുക്കാൻ നിർബന്ധിതരാകുന്നു. ഇത്തരം സംഭവങ്ങൾ മുൻപും ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ഉക്രൈൻ എന്ന രാജ്യത്തിന് ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ള 4 വ്യത്യസ്ത സംഭവങ്ങൾ 21ാം നൂറ്റാണ്ടിൽ നടന്നിരിക്കുന്നു എന്നത് എന്റെ ശ്രദ്ധ ആകർഷിച്ചു. അവയെക്കുറിച്ച് ഹ്രസ്വമായി പറയാം. 2001 ഒക്ടോബറിൽ റഷ്യൻ ഉക്രൈൻ സംയുക്ത സൈനിക അഭ്യാസത്തിനിടെ കരിങ്കടലിന് മുകളിൽ വെച്ച് മിസൈൽ തകർത്ത് സൈബീരിയ എയർലൈൻസിന്റെ Tu-154 വിമാനത്തിൽ ഉണ്ടായിരുന്ന 78 പേർക്കാണ് ജീവൻ നഷ്ടമായത്. ഇസ്രായേലിലെ ടെൽ അവീവിൽ നിന്നും റഷ്യയിലെ നോവോസിബിർസ്കിലേക്ക് പോയ വിമാനത്തെ തകർത്തത് സോവിയറ്റ് നിർമ്മിത S-200 എയർ ഡിഫൻസ് സംവിധാനമാണ്. ഒരു ടാർഗറ്റ് ഡ്രോണിനെ തകർക്കാൻ വ്യത്യസ്ത സിസ്റ്റങ്ങളിൽ നിന്നും അയച്ച മിസൈലുകളിൽ ഒന്ന് ടാർഗറ്റ് തകർന്ന ശേഷം പശ്ചാത്തലത്തിൽ ദൂരെയായി പറക്കുകയായിരുന്ന യാത്രാവിമാനത്തിൽ ലോക്ക് ചെയ്ത് അതിനു പുറകെ പോയി പൊട്ടിത്തെറിക്കുകയായിരുന്നു. കിൽ പ്രോബബിലിറ്റി കൂട്ടാൻ ഒരേ ലക്ഷ്യത്തിനെ തകർക്കാൻ ഒന്നിൽ അധികം മിസൈലുകൾ അയക്കാറുണ്ട്. ഇവിടെ രണ്ടാമത്തെ മിസൈലിന്റെ സെൽഫ് ഡിസ്ട്രക്ഷൻ മെക്കാനിസം പരാജയപ്പെട്ടത് ആണ് ദുരന്തത്തിന് കാരണം. 2014 ജൂലൈയിൽ കിഴക്കൻ ഉക്രൈനിന് മുകളിൽ വച്ച് മിസൈൽ തകർത്ത് മലേഷ്യ എയർലൈൻസിന്റെ ബോയിംഗ് 777 വിമാനത്തിൽ ഉണ്ടായിരുന്ന 298 പേർക്കാണ് ജീവൻ നഷ്ടമായത്. നെതർലാൻഡ്സിലെ ആംസ്റ്റർഡാമിൽ നിന്നും മലേഷ്യയിലെ ക്വാലാലംപൂരിലേക്ക് പോയ വിമാനത്തെ തകർത്തത് റഷ്യൻ നിർമ്മിത ബഗ് എയർ ഡിഫൻസ് സംവിധാനമാണ്. റഷ്യൻ വിമതർ ഈ വിമാനത്തെ ഉക്രൈൻ സൈനിക വിമാനം ആണെന്ന് തെറ്റിദ്ധരിച്ച് വീഴ്ത്തുകയായിരുന്നു. 2020 ജനുവരിയിൽ ഉക്രൈൻ ഇന്റർനാഷണൽ എയർലൈൻസിന്റെ ബോയിംഗ് 737 വിമാനം ടെഹ്റാനിൽ വെച്ച് തകർക്കപ്പെട്ടു. റഷ്യൻ നിർമ്മിത ടോർ M1 സിസ്റ്റം ആണ് ഈ വിമാനത്തെ വീഴ്ത്തിയത്. 176 പേർക്കാണ് ഈ ദുരന്തത്തിൽ ജീവൻ നഷ്ടമായത്. ഇറാനിലെ ടെഹ്റാനിൽ നിന്നും ഉക്രൈനിലെ കീവിലേക്ക് പറക്കുകയായിരുന്ന വിമാനത്തെ ടേക്ക് ഓഫിന് ശേഷം 2 മിസൈലുകൾ തകർക്കുകയായിരുന്നു. ഇറാനിയൻ ജനറൽ ആയിരുന്ന സോലൈമാനിയുടെ വധത്തിന് തിരിച്ചടിയായി ഇറാഖിലുള്ള അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ മണിക്കൂറുകൾക്ക് മുമ്പായി ഇറാനിയൻ ബാലിസ്റ്റിക് മിസൈലുകൾ ആക്രമിച്ചിരുന്നു. ഇതിന് തിരിച്ചടി പ്രതീക്ഷിച്ചിരുന്ന ഇറാനിയൻ സൈന്യം ക്രൂയിസ് മിസൈൽ ആണെന്ന് തെറ്റിദ്ധരിച്ച് പറന്നുയർന്ന വിമാനത്തിന് നേർക്ക് മിസൈലുകൾ അയക്കുകയായിരുന്നു. ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ എന്ന ആശയോടെ നിർത്തും.